നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നിർണായകമായ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ ഈ വഴിത്തിരിവ് കേരളത്തിലെ ജനങ്ങൾ ഒന്നുകൂടി മുന്നേ തന്നെ പ്രവചിച്ച ഒന്ന് തന്നെയാണ്. ഇതിങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. വെറുമൊരു സാമ്പത്തിക ക്രമക്കേട് എന്നതിനപ്പുറം രാഷ്ട്രീയപരമായും നിയമപരമായും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന തലങ്ങളിലേക്കാണ് ED നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അന്വേഷണത്തിന്റെ നിലവിലെ പുരോഗതി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം T വീണയുടെ പേരിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഫോട്ടോ എടുക്കുകയും അതിന്റെ കരം തീർത്ത രസീത് അടക്കമുള്ളവ ശേഖരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് സാധാരണഗതിയിൽ ED സംഘം ഇത്തരത്തിൽ വരികയും ചിത്രം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്വത്ത് കണ്ടെടുക്കുന്ന വകയിലാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ചോദ്യം ചെയ്തതിന് ശേഷം, രണ്ടാം ഘട്ടത്തെ ചോദ്യം ചെയ്തതിനു ശേഷം വീണ വിജയന്റെ HDFCയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ED സംഘം പരിശോധിച്ചത്. അവിടെ നിന്നും വളരെ പ്രധാനമായിട്ട് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഒരു കാരണവശാലും ED കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അന്നേ ദിവസം തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാണ്. അത്രയും കോൺഫിഡന്റോട് കൂടി നിങ്ങളൊക്കെ ക്യാമറയും കൊണ്ടങ്ങ് ചെല്ല, ഇപ്പോ കിട്ടും എന്ന് മുൻ മുഖ്യമന്ത്രി പറയണമെങ്കിൽ അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ട് അതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരൊറ്റ രേഖ പോലും ഇല്ല എന്നുള്ളത്. അത് തന്നെയാണ് EDയും മനസ്സിലാക്കിയത്. അന്ന് 3 മണിക്കൂർ നീണ്ടു നിന്നിരുന്ന വീണയടക്കം വിളിച്ചു വരുത്തിയുള്ള ആ പരിശോധനയിൽ EDക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. 3ാം ഘട്ട ചോദ്യം ചെയ്യലിൽ വീണ മടുത്തതിന് ശേഷമാണ് തനിക്കുള്ള എല്ലാ രേഖകളും അവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇതാ EDയുടെ രഹസ്യ നീക്കമായിരുന്നു പിണറായിയുടെ വീട്ടിലെത്തിയത്. പിണറായിയിലുള്ള വീണയുടെ പേരിലുള്ള വസ്തുവകകളൊക്കെ തന്നെ നോക്കി അതിന്റെ ചിത്രം എടുക്കുകയും അതിന്റെ രേഖകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിന് പിന്നാലെ ഇന്ന് നടക്കാൻ പോകുന്നത് വീണ വിജയൻ ഏതായാലും പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ 100% ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പിന്നാലെ തന്നെ പിണറായി വിജയനെ കൂടി കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട്. ഒപ്പം അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. കാരണം റിയാസിന്റെ ഭർത്താവ് കൂടിയാണല്ലോ. റിയാസിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും റിയാസ് MLA ആയിരുന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ സ്വത്തുവകകളെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്ന വഴിയെക്കുറിച്ചും എല്ലാം തന്നെ ED വിശദമായി തന്നെ പരിശോധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നുണ്ട്. കേസിന്റെ നടപടികൾ, അതായത് തുടർ നടപടികളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നത് EDയുടെ സജീവ പരിഗണനയിൽ ഉണ്ടെന്നാണ് വിവരം. പക്ഷേ ആ ഘട്ടത്തിൽ, അതായത് പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത്രയും സെൻസിറ്റീവ് വിഷയം പോലെയാണ് കേരളം അത് എടുക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടതാണെന്നുള്ളതാണ്. ഒന്നുകൂടി എടുത്തു പറയുന്നു, കേരളം ഒന്നടങ്കം ഇതൊരു സെൻസിറ്റീവ് വിഷയമായിട്ടല്ല എടുക്കുന്നത്. പാർട്ടിയെ വിശ്വസിക്കുന്ന, പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നത് കേൾക്കുന്ന ഒരു കൂട്ടം അടിമകൾ അതിനെ സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് മാറ്റുകയും അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിരോധിക്കുകയും ചെയ്തവരുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ അതിനെ, അതായത് ഈ വരുന്ന പ്രവർത്തകരൊക്കെ തന്നെ പാർട്ടി പറയാതെ ഒരു ഇഞ്ച് പോലും അനങ്ങാത്ത ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കന്മാർ, അതാണ് കഴിഞ്ഞ ദിവസവും ED സംഘം ഈ പറയുന്ന MV ഗോവിന്ദന്റെയും റഹീമിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരുടെ, ശിവൻകുട്ടിയുടെ അടക്കമുള്ളവരുടെ ഫോൺ പരിശോധിക്കാം എന്നൊരു നീക്കത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ നേതാക്കന്മാർക്കാണ് EDയോട് വെറുപ്പുള്ളത്, അല്ലെങ്കിൽ ശത്രുതയുള്ളത്. അല്ലാതെ ഈ വരുന്ന അണികൾക്കാർക്കും തന്നെ EDയോട് ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല. അപ്പോൾ നേതാക്കന്മാർ അടിക്കാൻ പറഞ്ഞാൽ അടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തങ്ങളോട് ഉണ്ടാകുന്ന ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ, അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ആക്രമണം തീർച്ചയായിട്ടും നേതാക്കന്മാർ പറഞ്ഞതിന് പിന്നാലെ, നേതാക്കന്മാർ കീ കൊടുത്തതിന് പിന്നാലെ ഉണ്ടായ ഒരു തുടർചലനമായിട്ടാണ് ED അത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നേതാക്കന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വോയിസ് മെസ്സേജുകൾ, മൊബൈൽ ഫോണുകൾ ഇവയെല്ലാം തന്നെ പരിശോധിക്കാൻ ED ഇറങ്ങുന്നത്. ഏതായാലും ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ശക്തമായ ഒരു ആവശ്യം 100% പിണറായി വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ബോധ്യമായ നിമിഷം മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് ED ഇറങ്ങുകയുള്ളൂ എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇപ്പോൾ ED ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പൂർണ്ണമായി ഉണ്ട് എന്ന് 100% ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ED അത്തരമൊരു നീക്കം നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറിഞ്ഞുകൊണ്ട് കുഴി തോണ്ടാൻ ഏതായാലും EDയും തയ്യാറല്ല എന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും നേരത്തെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം
അന്വേഷണം ഇപ്പോൾ വീണയുടെ വ്യക്തിഗത സ്വത്തുകളിലേക്കും വിപുലീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ അപ്രതീക്ഷിത പരിശോധനകൾ. കണ്ണൂരിലെ പാതിരിയാട് അതുപോലെ തന്നെ പിണറായി വില്ലേജുകളിലാണ് ഇ ഡി സംഘം നേരിട്ടെത്തി പരിശോധന നടത്തിയത്. വില്ലേജ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി വീണയുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും കൃത്യമായ അതിരുകളും ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ ഇ ഡി സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കൊപ്പം പിണറായിയിലെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. തുടർന്ന് പിണറായി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി സബ് സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. ആദ്യഘട്ടത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ബാംഗ്ലൂരു, കൊച്ചി ഓഫീസുകളിലെ രേഖകളും CMRന്റെ ബാങ്ക് ഇടപാടുകളുമായിരുന്നു ഇ ഡിയുടെ പ്രധാന പരിശോധനാ വിഷയം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് സ്വത്തുക്കളുടെ വിവരങ്ങൾ ശേഖരണത്തിലേക്ക് അന്വേഷണം നീളുന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇ ഡി ഇത്തരമൊരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വത്ത് വിവരങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷമാകും പുതിയ ചോദ്യം ചെയ്യൽ ഘട്ടം ആരംഭിക്കുക. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി അന്വേഷണത്തിലെ എല്ലാ വിടവുകളും അടയ്ക്കാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കം. വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഭൂമി ഇടപാടുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇ ഡി പരിശോധനയിലൂടെ ഏജൻസി ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ മാസപ്പടി കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാനും വീണ പ്രതിപട്ടികയിൽ ഇടം പിടിക്കാനും സാധ്യത ഏറുകയാണ്. അതോടൊപ്പം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ചോദ്യം ചെയ്യലുകൾക്കും കേസിൽ അടുത്ത ദിവസങ്ങളിൽ കളമൊരുങ്ങുമെന്ന് വ്യക്തമാവുകയാണ്. പ്രധാനമായും റിയാസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ചോദ്യം ചെയ്യൽ.